അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തനിമ പപ്പടം എന്ന് പറയുന്ന അവർ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ ചെറിയൊരു ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും പപ്പടം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ സുഹൃത്ത് രാഹുലിൻ്റെയാണ് ആ സംഭവം, തനിമ പപ്പടം ഇവൻ്റെ ആൾ. അപ്പോൾ നമുക്ക് നേരെ ഇനി അവിടുത്തെ അകത്തെ കാഴ്ചകളിലേക്ക് കാണാം. പോയാലപ്പോൾ പോവാം. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ അകത്തേക്ക് കയറാം. ചെരുപ്പൊക്കെ ഒരു അടിയാഭരണമൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ നമ്മുടെ അകത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ രാഹുൽ നമ്മളെ പരിചയപ്പെടുന്നതായിരിക്കും. പിന്നെ അകത്തെ കാഴ്ചകളാണ്. പൊടി ഇതിപ്പോൾ നമ്മുടെ മിഷീനിൽ ഉഴുന്നുമാവ് ഇട്ടേക്കണല്ലേ? അപ്പോൾ കുഴക്കാനുള്ള പരിപാടിയാണ്. ഇത് കുഴക്കാൻ വേണം ആണല്ലേ? അപ്പോൾ ഫസ്റ്റ് പരിപാടി ഇതാണല്ലേ? ഫസ്റ്റ് പരിപാടി ഇതാണ്. ഉണ്ടാക്കാനുള്ള ഉഴുന്നുമാവാണ് ഇത് ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ മെഷീനാണ്, ഇതെല്ലാം മെഷീനിൽ തന്നെയുള്ള പരിപാടിയാണ്. നമ്മൾ പപ്പടം കുഴച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ നമ്മൾ ഷീറ്റാക്കും, പപ്പടി ആക്കാനുള്ള ഷീറ്റാക്കാൻ പോവുകയാണ്. ഇപ്പോൾ കുഴച്ച് മിഷീൻ ഇതാണ്, ഷീറ്റാണ് ഈ കാണുന്നത്. ഇതാണ് ഷീറ്റ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ അടുത്ത മെഷീനിൽ കയറ്റിയിട്ട് ഇത് ഷീറ്റാക്കും അല്ലേ? അതിൻ്റെ ഷീറ്റാക്കി എടുക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് കാണാം. നമ്മുടെ മെഷീനൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇത് തുടങ്ങാനുള്ള പരിപാടിയിലാണ് അവർ. നല്ല രസം. അപ്പോൾ നമ്മുടെ ലെയറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് അടുത്ത മെഷീനിലേക്ക് നമുക്ക് കയറ്റും. ഇതിപ്പോൾ നമ്മൾ അടിച്ച ഷീറ്റാണ്. ആ ഷീറ്റ് നമ്മൾ ഈ മെഷീനിൽ വെച്ചിട്ട് പപ്പടി ആക്കിയെടുക്കാൻ പോകണേ. ഇപ്പം ഇതിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇത് കട്ട് ചെയ്യണതല്ലേ? ഇതാണ് കട്ട് ചെയ്യണല്ലേ? പല സൈസ് ഉണ്ട്. ഇതിപ്പോ നമുക്ക് സാധാ പപ്പടം, മീഡിയം പപ്പടം, സാധാ കടയിൽ പാക്ക് ചെയ്യണ പപ്പടത്തിന്റെ സൈസാണ്. ഓക്കെ, കട്ട് ചെയ്തതിൽ വന്നിട്ട് ഇത് അരിപ്പൊടിയാണ്. അരിപ്പൊടി അല്ലേ? പപ്പടം ഒട്ടാണ്ടിരിക്കുന്ന അരിപ്പൊടിയാണ്. ഓഹോ. അപ്പൊ ഇത് ഇതിനകത്ത് ഈ പാത്രത്തിൽ വേവിനാണ്. അതാണ് ഈ വിഷയത്തിന്റെ പുറത്താണ് അല്ലേ? ബായോടെ സ്വിച്ച് ഇടൽ കർമ്മം ഓണാക്കി. ഇതിന് തീരെ സൗണ്ട് ഇല്ലാന്ന് തോന്നുന്നു. ഇത് മറ്റുള്ള മെഷീൻ പോലല്ല, ഇത്തിരി സ്ലോ ആണ്. അപ്പോൾ നമ്മുടെ മെഷീനിൽ നിന്ന് നേരെ അത് ഷീറ്റായിട്ട് പുറത്തേക്കൂടി വന്ന് നമ്മുടെ പപ്പടം വരുന്നു. ഇതാണ് നമ്മുടെ പപ്പടം. ഇത് കൊള്ളാം. എന്ത് പെട്ടെന്നാന്ന് നോക്കിയേ നമ്മുടെ ഓരോ പപ്പടം വന്നത്. അതേ പപ്പടം വന്നു തുടങ്ങി. നമ്മുടെ ഷീറ്റ് വന്നത് നേരെ ഈ സംഭവം കട്ട് ചെയ്ത് കറക്റ്റായിട്ട് പപ്പട രൂപത്തിലേക്ക് വരും. നമ്മുടെ പപ്പടം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്.
ആ പപ്പടം ഇതല്ലേ ഇനിയുണ്ടല്ലോ പപ്പടത്തിൻ്റെ പരിപാടി ഇതിപ്പോൾ ആ അത് ശരി കൈപ്പണിയാണ് അപ്പോൾ കൈപ്പണിക്ക് ഇപ്പോഴും മാറ്റമില്ല അല്ലേ അതില്ല അത് ശരി നിന്ന് ആ ഇപ്പോൾ ഒരു 50% നമുക്ക് മെഷീനാണ് ബാക്കി 50% നമ്മൾ ഹാൻഡ് മെയ്ഡാണ് ഓക്കെ ഫസ്റ്റ് ട്രൈ നടന്നല്ലേ ചേട്ടാണ് ബാക്കി പരിപാടി അല്ലേ ഓക്കെ ആ 20 മണിയാ 20 മണിയുള്ള സെറ്റപ്പ് കൊണ്ടിട്ട് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കൈപ്പണി അതിവിടെ തുടങ്ങിയേക്കാണ് എന്തേലും ഇത് എണ്ണിക്കൊണ്ടിരിക്കണം പപ്പടം ആണോ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി അല്ലേ ഇതാണ് രാഹുൽ പറഞ്ഞല്ല 20 മണിയാണെന്നവർക്ക് 20 മണിയാന്ന് പറഞ്ഞത് ചേട്ടൻ റിലാക്സ് ഒക്കെ ചെയ്ത് 20 മണിയുള്ളൂ അല്ലേ നമ്മുടെ മിഷീനിൽ പണിയെടുക്കുന്ന പോലെ തന്നെ ഉണ്ട് കറക്റ്റ് എല്ലാം അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ താളമൊക്കെ ഉണ്ടല്ലോ ഇതിന് സൗണ്ടൊക്കെ ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് ഇപ്പം ഈ പപ്പടത്തിനെ വലുതായിക്കൊണ്ടിരിക്കുന്നത് ആ ഇതിപ്പോൾ നമ്മുടെ മെഷീനിൽ അടിച്ചു തന്നെ പപ്പടത്തിന് അത്യാവശ്യം നല്ല കനം ഉണ്ടാവും. ആ കനത്തിനെ നമ്മൾ ഇവിടെ അത് കറക്റ്റായിട്ട് കൈകളിൽ വെച്ച് പ്രസ് ചെയ്ത് പുള്ളി ആ കാണിക്കുന്ന പോലെയൊക്കെ ചെയ്താണ് നമ്മുടെ പപ്പടം റെഡിയാക്കണത്. അളവ് പോലെ അളവൊക്കെ ഉണ്ടല്ലോ ഇതിന്.
പപ്പടമായി. അപ്പോൾ നമ്മുടെ പപ്പടം പപ്പടം ഇതേ ട്രെയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ ബാക്കിയുള്ള പപ്പടങ്ങളൊക്കെ അതേപോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പം ഇതൊരു നിസ്സാരപണിയല്ല. ഞാൻ വിചാരിച്ച ഫുള്ള് മിഷീനിൽ തന്നെ പരിപാടി തീരുന്നതാണ്. പക്ഷേ ഇത് കൈകളിൽ പണിയിട്ടെന്ന് പറയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഈ പപ്പടം ഉണ്ടാക്കൽ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര സംഭവമല്ല കേട്ടോ. അതിപ്പോൾ എനിക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതെ, അപ്പോൾ നമ്മളകത്ത് കണ്ട കാഴ്ചകൾ കണ്ടതിന് ശേഷം അതെ നമ്മുടെ രാഹുൽ ഭായ് ഇതൊക്കെ ഷീറ്റ് പപ്പടം ഉണക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നാച്ചുറലായിട്ട് പപ്പടം ഉണക്കാനുള്ള പരിപാടിയിലാണ്. അതിനുവേണ്ടി നമ്മൾ ഷീറ്റ് ആദ്യം വിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് ആ ഷീറ്റിൻ്റെ പുറത്ത് നമ്മുടെ ചാക്ക് ഇരിക്കുന്നതാണ്. നമ്മുടെ പാവം മുതലാളി അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതാണ്. ഇതിൻ്റെ പുറകെ നമ്മുടെ മുതലാളിയും കൂടെ ഉണ്ട് കേട്ടോ, പണിക്കാരുടെ കൂടെ. അല്ലാണ്ട് വെറുതെ നിൽക്കണമല്ല. രാവിലെ അല്ലേ? ആ ആണല്ലേ. അപ്പോൾ നമ്മുടെ അകത്തത്തെ പപ്പടത്തിൻ്റെ പരത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അത് ഉണക്കലെന്നാണ്. ഈ പപ്പടം ഉണക്കിയിട്ട് വേണം പിന്നെ അത് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഉണക്കൽ നമ്മുടെ ചേട്ടന്മാർ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ്. അവിടെ അകത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പുറത്താണ് പണി. പുറത്ത് ഈ പറഞ്ഞ പപ്പടം ഉണക്കാലാണ് പരിപാടി. അപ്പോൾ ഇതിനകത്താണ് ബാക്കി കാര്യങ്ങളിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് പപ്പടം ഉണക്കാനുള്ള രീതിയിൽ നിരത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് എന്തോരം നേരം പിടിക്കും ചേട്ടത് ഉണങ്ങി കിട്ടാനായിട്ട്? അരമണിക്കൂർ വെയിലുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഉണങ്ങി കിട്ടും അല്ലേ? വെയിലുണ്ടെങ്കിൽ അരമണിക്കൂർ മതി. മതി അല്ലേ? അരമണിക്കൂർ വേണ്ട. അത് ശരി. കാലാവസ്ഥ അങ്ങനെ കാരണം. ആ ഓ ഇപ്പൊ നമ്മൾ ഊതിയാണ്, പൊടി ഊതിക്കളഞ്ഞാണ്. അരിപ്പൊടി തൊടാൻ ആ പൊടി അങ്ങ് ഊതിക്കളഞ്ഞാണ് ഇപ്പൊ. അരിപ്പൊടിയുടെ അല്ലേ? നമ്മൾ നേരെ പാക്ക് ചെയ്യാൻ പോണെയാണ്. അത് ശരി. ആ ഓ, അപ്പോൾ ആ നേരത്തെ നമ്മൾ ആ കാണിച്ച മറ്റേ ആ അരിപ്പൊടി വെച്ചിട്ടുള്ള ഒട്ടാണ്ടിരിക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ആ പൊടിയാണ് ഇപ്പോൾ നമ്മൾ ഊതിക്കളഞ്ഞത് അല്ലേ? ആ നേരെ പാക്കിംഗ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ അകത്ത് എന്തായി നോക്കാം. അപ്പോൾ ഇവിടെ ദേ പുതിയൊരു സ്റ്റാഫ് കൂടി വന്നിട്ടുണ്ട്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? ഐറിഷ്. അപ്പോൾ ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട് ഇപ്പോൾ ടോട്ടൽ രാവിലെ? 5 പേരുണ്ടല്ലേ? അത് ശരി. ചേച്ചി നമ്മുടെ പാക്കിങ് എല്ലാ കാര്യങ്ങളും നോക്കും, എല്ലാ കാര്യങ്ങളും നോക്കണം ചേച്ചിയാണ്. ആ ഇനിയിപ്പോൾ ഇത് ഈ പാക്കിങ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളിനി മാർക്കറ്റിലേക്ക് സപ്ലൈ പോകും അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ എന്തൊക്കെ തരം പപ്പടം ഉണ്ട് ഇപ്പോൾ നിലവിൽ? ഇപ്പോൾ നമുക്കിപ്പോൾ 10 രൂപയുടെ പാക്കറ്റ് ഉണ്ട്, 20 രൂപയുടെ പാക്കറ്റ്, കുരുമുളക് പപ്പടം ഉണ്ട്. നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മസാല പപ്പടം ഉണ്ട്. കുരുമുളക് പപ്പടം അതാണ് നമ്മുടെ സ്പെഷ്യൽ. അത് ശരി. അപ്പോൾ എല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ പാക്കിംഗ് സെക്ഷനും അതുപോലെ തന്നെ നമ്മുടെ പപ്പടം ഉണ്ടാക്കുന്ന ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫാക്ടറിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തനിമ പപ്പടം ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. അതുപോലെ തന്നെ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യമായ പപ്പടം നേരത്തെ മുൻകൂട്ടി ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് പുള്ളി എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി. തനിമ പപ്പടം. അപ്പോൾ നേരെ അടുത്ത വീഡിയോയിൽ കാണാം.